ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 7. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. വിവർത്തനം. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല. മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. ഭാവാർത്ഥം. പരമ നിരപേക്ഷ സത്യം വ്യക്തിഗതമോ അവ്യക്തഗതമോ എന്നത് ഒരു വിവാദ വിഷയമാണ്. പരമസത്യം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നാണ് ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നത്. ഇത് അടിക്കടി ഊന്നി പറയുന്നുണ്ട്. വിശേഷിച്ചും ഈ ശ്ലോകം നിരപേക്ഷ തത്വം ഒരു പുരുഷനാണ് എന്നത് തറപ്പിച്ചു പറയുന്നുണ്ട്. പരമനിരപേക്ഷ തത്വം പരമദിവ്യോത്തമ പുരുഷനാണെന്നത് ബ്രഹ്മസംഹിതയിലും തറപ്പിച്ചു പറയുന്നു. ഈശ്വരഃ പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. ആദിദേവനും ആനന്ദസാഗരവും സച്ചിദാനന്ദമൂർത്തിയുമായ കൃഷ്ണ ഭഗവാനാണ് അഥവാ ഗോവിന്ദൻ ആണ് സർവോത്കൃഷ്ടമായ പരമസത്യം. ഈ ആധികാരിക ഗ്രന്ഥങ്ങൾ സംശയത്തിനിട നൽകാത്ത വിധത്തിൽ സർവകാരണകാരണമായ പരമപുരുഷനാണ് നിരപേക്ഷ തത്വമെന്ന് തറപ്പിച്ചു പറയുന്നു. എന്നാൽ അവ്യക്തഗതവാദികൾ ശ്വേതാശതരോപനിഷത്തിലെ 3:10 വേദസൂക്തത്തെ മുൻനിർത്തിക്കൊണ്ട് വാദം തുടരുന്നു. തതോ യദുത്തരതരം തദരൂപനാമയം യ ഏതത് വിദുര മൃതാസ്ഥേ ഭവന്തി അധേതരേ ദുഃഖമേവാഭിയന്തി. ഭൗതിക ലോകത്തിൽ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ജീവാത്മാവെന്ന നിലയിൽ ബ്രഹ്മാവ് ദേവന്മാരിലും മനുഷ്യരിലും മൃഗങ്ങളിലും വെച്ച് ശ്രേഷ്ഠനാകുന്നു. എന്നാൽ ബ്രഹ്മാവിനുമുപരിയത്രേ അതീന്ദ്രിയ സത്യം. എല്ലാ ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായ ആ അതീന്ദ്രിയതയ്ക്ക് ഭൗതിക രൂപമില്ല. അതിനെക്കുറിച്ചറിയുന്നവരും ഇന്ദ്രിയാതീതരാകുന്നു. എന്നാൽ അതിനെക്കുറിച്ചറിയാത്തവർ ഭൗതിക പ്രപഞ്ചത്തിലെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. അരൂപമെന്ന വാക്കിനാണ് അവ്യക്തഗതവാദികൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അവ്യക്തഗതമെന്നല്ല ഈ അരൂപത്തിൻ്റെ അർത്ഥം. അത് സൂചിപ്പിക്കുന്നത് മുമ്പ് ഉദ്ധരിച്ച ബ്രഹ്മസംഹിതയിലെ സച്ചിദാനന്ദമയമായ അതീന്ദ്രിയ രൂപത്തെയാണ്. ശ്വേതാശതരോപനിഷത്തിലെ 3:8-9 മറ്റ് സൂക്തങ്ങൾ ഇത് വ്യക്തമാക്കുന്നു. വേദാഹമേതം പുരുഷം മഹാന്തമാദിത്യവർണം തമസഃ പരസ്ഥാത് തമേവ വിദ്വാനതി മൃത്യുമേതി നാന്യഃ പന്ഥാ വിദ്യതേയനായ യസ്മാത് പരം നാപരമസ്തി കിഞ്ചിത് യസ്മാൻ നാന്യോന്യോ ജായോസ്തി കിഞ്ചിത് വൃക്ഷ ഇവ സ്തബ്ധോ ദിവി തിഷ്ഠത്യേക സ്ഥേനേദം പൂർണ്ണം പുരുഷേണ സർവം. അന്ധമായ ഭൗതിക ബോധത്തിനതീതനാണ് പരമദിവ്യോത്തമ പുരുഷനെന്ന് എനിക്കറിയാം. അവിടുത്തെ അറിയുന്നവന് മാത്രമേ ജനിമൃതികളുടെ ബന്ധങ്ങളെ അതിജീവിക്കാൻ കഴിയൂ. പരമപുരുഷനെ അറിയുക എന്നതല്ലാതെ മുക്തിക്ക് വേറെ ഒരു മാർഗവുമില്ല. അത്യുന്നതനാകയാൽ ആ പരമപുരുഷനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സത്യമില്ല. അണുവിനേക്കാൾ അണുവും ബൃഹത്തിനേക്കാൾ ബൃഹത്തുമാണ് അദ്ദേഹം. ഒരു മഹാവൃക്ഷത്തെപ്പോലെ നിശബ്ദം ആധ്യാത്മിക വ്യോമത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് ആദിപുരുഷൻ നിലകൊള്ളുന്നു. വൃക്ഷം എപ്രകാരം വേരുകൾ വ്യാപിപ്പിക്കുന്നുവോ അതുപോലെ അവിടുന്ന് തൻ്റെ വ്യാപകമായ ശക്തി പരത്തുന്നു. ഭൗതികങ്ങളും ആധ്യാത്മികങ്ങളുമായ ശക്തിവിശേഷങ്ങളെ ലോകാലോകങ്ങളിൽ പ്രസരിപ്പിച്ചു നിൽക്കുന്ന ഈ പരമപുരുഷൻ തന്നെയാണ് പരമ നിരപേക്ഷ തത്വമായ ഭഗവാൻ എന്ന് ഈ സൂക്തങ്ങളിൽ നിന്ന് തീരുമാനിക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.